ഹലോ ഗൈസ്, മൈൽപ്പീലി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ അങ്ങനെ മറ്റേ നമ്മുടെ നാട്ടിലെ കണക്കുള്ള മാങ്ങ കിട്ടത്തില്ല, 4 മാങ്ങ കിട്ടി. അത് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും കറിവേപ്പിലയും ശകലം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം അതിനാവശ്യമായ നാട്ടിലാണെങ്കിൽ തേങ്ങ, ഇവിടെ തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. തേങ്ങാപ്പാലും ജീരകപ്പൊടി, വെളുത്തുള്ളിപ്പൊടി. വെളുത്തുള്ളി ഇട്ടില്ല, ഞാൻ വെളുത്തുള്ളിയുടെ പൊടിയാണ് ഇട്ടത്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കുക. ഇതെല്ലാം ചെറിയ തീയിലേ ആകാവൂ. ചെറുതായിട്ട് തേങ്ങാപ്പാലും അരപ്പ് ഇതെല്ലാം ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കുക. കൂടുതൽ ഇതായി കഴിഞ്ഞ് പിരിയാതെ നോക്കണം. തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്, തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക്. എന്നാൽ തേങ്ങ അരച്ച് ചേർക്കുന്നവർക്കും നോക്കണം, കൂടുതലങ്ങ് ഇതാവരുത്. മാമ്പഴമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ശകലം ശർക്കരയും കൂടെ ഇടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അരപ്പും മാങ്ങയും കൂടെ നല്ല രീതിയിൽ ഇങ്ങനെ തിളക്കിയാണ്. ഈ തിള നിർത്തിയിട്ട് വേണം തൈരെടുത്തൊഴിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ തിളയ്ക്കുന്നത് നല്ല രീതിയിൽ ഇപ്പം ഇതെല്ലാം നല്ല മിക്സായി. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമേ തൈരെടുത്തൊഴിക്കാവൂ. അത് 5 മിനിറ്റ് അതിൻ്റെ തിളയെല്ലാം നിർത്തി അതിന് ശേഷം തൈരെടുത്ത് നല്ലതുപോലെ ഉടച്ച് അതിനകത്തോട്ട് ഒഴിക്കുക. നല്ല പുളിയുള്ള തൈരാണ്, അതിനകത്തോട്ട് ഒഴിക്കുക. പിന്നെ അത് ചൂടാക്കേണ്ട ഒരു കാര്യവും ഇല്ല. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇച്ചിരി വെള്ളം ഇങ്ങനെ ലൂസ് പോലെ ഇങ്ങനെ കിടക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലപോലെ കുറുകി ഇതാകും. തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കുറുകും. ഇച്ചിരി വെള്ളം പോലെ കിടക്കുന്നതെന്ന് വിചാരിച്ച് ടെൻഷനൊന്നും ആവണ്ട. അത് പിന്നെ നല്ല രീതിയിൽ അങ്ങ് തണുക്കുമ്പോൾ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് വരും. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലെ ലാസ്റ്റ് ഡെക്കറേറ്റായ, ഞങ്ങൾ കൊല്ലംകാരുടെ ഒരു സ്ലാങ്ങാണ് കടുക് വറുത്തിടുക എന്ന് പറയും. അങ്ങനെ കടുക് വറുത്ത് അതിനകത്ത് കൊല്ലമുളകും സവാളയെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് കറിവേപ്പിലയൊക്കെ ഇട്ട് അതിനകത്ത് ശകലം ഉലുവായും കൂടി ഇട്ട്, കടുവായും ഉലുവായും അവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ മൊരിഞ്ഞ്, പിന്നെ അതിന് ശേഷം ഉള്ളിയെല്ലാം ഇട്ട്, പിന്നെ കൊല്ലമുളകിട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു അവനെ ഇതിൻ്റെ മുകളിലോട്ടിടുക. ഇത് ഇളക്കരുത്. ഇതാണ് അതിൻ്റെ പുറത്ത് ഞാൻ എന്തോ എന്നറിയാമോ, ഇച്ചിരി കറിവേപ്പില, മൂപ്പിക്കാത്ത കറിവേപ്പില ഇട്ടു. ഇത് സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഇളക്കിയാൽ മതി. ഇങ്ങനെ തന്നെ അടച്ച് വെച്ചേക്കുക. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി റെഡി.